ഹായ് മോർണിംഗ്. എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. സമയം 4 മണിയായി. നമ്മൾ ഇന്നലെ ബൈക്കൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചാണ്. അപ്പോൾ ഊട്ടീൻ്റെ ഡേ 1 ആണിന്ന്. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എന്താ പറയാനുള്ളത്? ചില്ലാക്കി വരാം ഞങ്ങൾ പോയിട്ട്. നിങ്ങൾക്കോ? ഉഷറാക്കി വരാം. ആരുടെ പറയും കുറവ് ഒരാൾക്ക് എന്താ ഒരാള് വിട്ടോളൂ വിട്ടോളൂ. എങ്കിലും ഞങ്ങൾക്ക് എന്താ ഒരാള്. ഓക്കെ. അങ്ങനെ ഞങ്ങള് രാവിലെ 5 മണിയാകുമ്പോഴേക്കും എല്ലാവരും കോഴിക്കോട് മലാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. വിളിച്ചൊന്നും എത്തിയില്ല. നൈറ്റാണ്. നൈറ്റല്ല, ഇനി മോർണിംഗ് ആണ്. അപ്പം എല്ലാവരും ഒരുമിച്ച് ചവിട്ടി തുടങ്ങി. എല്ലാവരും ഒരേ പവറിൽ ചവിട്ടുന്നുണ്ട്. ഫസ്റ്റത്തെ പഞ്ചറായിട്ട് കിട്ടി. പെട്ടെന്നേ വണ്ടിക്ക് ഒരു നീക്കം കുറവ്. ഇതിയാണ്ട് സൈക്കിള് ബാക്കിൽ പഞ്ചറായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടി പെട്ടെന്ന് തന്നെ അത് പഞ്ചർ അടച്ചു. സമയം 6:25 തുടക്കത്തിൽ തന്നെ ഒരു പഞ്ചർ കിട്ടിയും കൊണ്ട് ഒരു അരമണിക്കൂറോളം ഏകദേശം അല്ലേ? ഇതിയുടെ ഒരു അരമണിക്കൂർ അവിടെ പോയി. എന്നാലും കുഴപ്പമില്ല. ക്ലൈമറ്റ് നല്ല ഓക്കെയാണ്. അത്യാവശ്യം നല്ല ഫോഗി ക്ലൈമറ്റാണ്. നമ്മളിപ്പം NIT ഭാഗം എത്തിയിട്ടേ ഉള്ളൂ. സമയം 6:43 മുക്കെത്തിയിട്ടുണ്ട്. ഇതേടാ എന്താ സ്ഥിതി? ഉഷാറല്ലേ റൈഡ്? പൊളിക്കണം നമുക്ക്. നിലമ്പൂർ 38 കിലോമീറ്ററാണ്. ഉഷാറല്ലേ? ചാലിടിച്ചാലോ? ഇതേടാ ചാടിക്കാനായിക്കോ? കാലിടിക്കാന്നാല് പിടിയാ. പുതിയേട്ടാ എന്താ സ്ഥിതി? ഉഷാറല്ലേ? അഖിലേ ഓക്കെ അല്ലേ? ഓരോ കോഫി കുടിച്ചിറങ്ങി. വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട്. ഇപ്പം അത്യാവശ്യം വലിയൊരു ക്ലൈമ്പാണ് അവിടെ. കറുത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമ്മൾ ഹൈവേന്ന് കയറിയിട്ട് ഒതായ റൂട്ട് ചെറിയ ഷോർട്ട് റൂട്ടിലേക്ക് കയറിയതാണ്. 14 കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടുന്ന് ഇടവണ്ണയ്ക്ക്. റോഡ് വലിയ കുഴപ്പമില്ല. ഞങ്ങളൊരു 1 വീക്ക് മുന്നേ വന്നൊരു ട്രയൽ റൺ പോലെ വന്നിരുന്നു. നല്ലൊരു ഇതുവരെ ഓക്കെയാണ്. ഒരു പഞ്ചർ കിട്ടിയെന്നല്ലാതെ ബാക്കി ഹെൽത്ത് വൈസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഓക്കെയാണ്. വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്.
എത്തിയിട്ടുണ്ട്. ഇടവണ്ണ പാലത്തിൻ്റെ മുകളിലുള്ളത്. നമ്മൾ പിന്നെ ഹൈവേയിലേക്ക് കയറുകയാണ്. എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല ഊട്ടി റൂട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സ്ഥലമാണത്. ക്ലൈമറ്റ് മെല്ലെ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ചെറിയ രീതിയിൽ വെയിലൊക്കെ വരുന്നുണ്ട്. 60 കിലോമീറ്ററാണ്. 89.85 20 മേലോടെത്തി. ഒരു ഗ്യാപ്പുള്ള സ്ഥലം കണ്ടാൽ എല്ലാവരും നിർത്തിയിട്ടുണ്ട് വെള്ളം കുടിക്കാനും കാര്യമൊക്കെ ആയിട്ട്. വെള്ളം കുടിയില്ല എല്ലാവരും? വെള്ളം കുടിയില്ല? യെസ്. എത്ര കിലോമീറ്റർ ഹംസക്കാ? എത്ര കിലോമീറ്ററായി? ഫ്രണ്ടിൽ നമ്മൾ റൈഡറിൻ്റെ ചെറിയൊരു ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ശോഭിക വെഡ്ഡിങ്സ് ആണ് നമുക്ക് ഈ ഇവൻറ്റ് സ്പോൺസർ ചെയ്തത്. നമ്മൾ കനോലി പ്ലോട്ടിലെത്തിയിട്ടുണ്ട്. അത് ശരിക്കും കാട്ടിനുള്ളിൽ കൂടെ പോകുന്ന ഫീലാണ്. ഇവിടെ ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. ആ ഒരു വെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു വെയിൽ നിന്ന് വന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു കൂൾ അറ്റ്മോസ്ഫിയറാണ്. ഈവനിങ് കൂടെ ഫുൾ ആൾക്കാരും നല്ല കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ കൂട്ടിക്കിടക്കുന്ന ഷോപ്പുകളൊക്കെ അന്നേരം തുറക്കും. വൈകുന്നേരം ഇവിടെ നല്ല രസമാണ്. നമ്മൾ ചായ അടിക്കാൻ നിർത്തിയാണ്. ഹോട്ടൽ ലൈറ്റ് എന്ന് പറയുന്നത് നിലമ്പൂർ ടൗണിലുള്ളൊരു ഹോട്ടലാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇവരൊക്കെ പാർക്ക് ചെയ്ത് ഇരിക്കുന്ന സ്ഥലം കാണണം. വണ്ടി ഇവിടെ വെച്ചു. 73 കിലോമീറ്ററായി. ഭക്ഷണം കഴിക്കലാണ്. പൊറോട്ട കറി. കാരണം പൊറോട്ട കൂടിയത്. എന്തുകൊണ്ട് നമ്മൾ പൊറോട്ട ചൂസ് ചെയ്യുന്നത്? നാടുകാണി ചുരം 18 കിലോമീറ്റർ ഉണ്ട്. അത് കയറുന്ന 2-3 പൊറോട്ട കൂടിയത്. പൊറോട്ടയാണ്. ബീഫ് ഒന്നേ ഉള്ളൂ, ഒരു ചിക്കൻ കറി. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും ആം സ്ലീവ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് പോവുകയാണ്. വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് സെറ്റല്ലേ? ആം സ്ലീവ് ഗ്ലാസ് ഒക്കെ സെറ്റല്ലേ? സെറ്റാണ്. സൺ പ്രൊട്ടക്ഷൻ ഒക്കെ ആയി. ഓക്കെ. എല്ലാവരും ഫുൾ കവേർഡ് ആയിട്ടാണ് ഇറങ്ങിയത്. നോക്കട്ടെ. യെസ്, എല്ലാവരും ഫുള്ളി തീവ്രവാദി ലുക്കിലാണ്. നമ്മൾ വൈക്കടവെത്തി. നല്ല വെയിലാണ്. നല്ല വെയിൽ, രക്ഷയില്ലാത്ത വെയിൽ. കുറച്ച് ആൾക്കാർ ബാക്കിലുണ്ട്, കുറച്ച് ആൾക്കാർ മുന്നിലുണ്ട്. ഞാൻ രണ്ടിനെയും നടുക്കായിട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ നല്ല വെയിലുണ്ട്. സൈഡാണ്. ഇവിടുന്ന് ചുരം കയറാണ്ട് ഏകദേശം ഇപ്പോൾ അടിവാരം എത്തി. ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം നമുക്ക് 19 ഏകദേശം നമുക്ക് നമ്മളെ റൂമിലേക്ക് ഒരു 30 കിലോമീറ്ററാണ് ഉള്ളത്. പക്ഷേ അതിൽ ഏകദേശം 25 കിലോമീറ്ററോളം ക്ലൈംബാണ്. നല്ല ചുരം. ഏകദേശം ചുരത്തിൻ്റെ താഴെത്തിയുണ്ട്. മുന്നിലൊന്ന് സെക്കൻഡ് ടീമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രോട്ടീൻ പോയിഞ്ഞുണ്ടോ? എന്താ എന്നിട്ട് കഴിക്കുക. വൈക്കടവിൻ്റെ താഴത്ത് എല്ലാ എനർജിയും തീർന്നിരിക്കുക. വെള്ളം തീർന്ന്, നട്ട്സ് തീർന്ന്, ഫുഡ് തീർന്ന്, എനർജി തീർന്ന്, എല്ലാം തീർന്ന്. സുധിയേട്ടാ താങ്ക്സ് പ്രോട്ടീൻ കൊണ്ടുവന്നതിന്. ഫുള്ളായിട്ട് പഴം പൊതിയുന്നുണ്ട്. വെള്ളമുണ്ട്. നമ്മളിതാ ചുരം ചവിട്ടി തുടങ്ങി. സ്റ്റാർട്ടിങ് പോയിന്റിലാണ്. എല്ലാവരും കൊണ്ട് ഫുൾ സെറ്റായിട്ട്
പഴം പിന്നെ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റായി കയറുകയാണ്. കാരണം ഇനി 19 കിലോമീറ്റർക്ക് ഒന്നും കിട്ടില്ല, വെള്ളം പോലും കിട്ടില്ല. അപ്പോൾ വെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലെല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് ഇറങ്ങിയതാണ്. ചെറിയൊരു 1-2 കിലോമീറ്റർ ആവുന്നേ ഉള്ളൂ. നല്ല വെയിൽ ഭയങ്കര വെയിൽ. ഇടയ്ക്കിടയ്ക്ക് മരത്തിൻ്റെ ചെറിയ തണലുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള വെയിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. മെല്ലെ മെല്ലെ ചവിട്ടി കയറുന്നുണ്ട്. എല്ലാവരും മെല്ലെ തന്നെ കയറുന്നത്. കുറച്ചും കൂടി കയറിയിട്ട് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് ഞങ്ങളിവിടെ റെസ്റ്റ് എടുത്താണ്. എന്താ വിദ്യാഭ്യാസ സ്ഥിതി? വെയിലിനെ പറ്റി എന്താ പറയാനുള്ളത്? വെയിൽ ഒരു രക്ഷയില്ല. വെയിലിൽ നമുക്ക് കൂളായിട്ട് കയറാല്ലേ? ഈസി ആയിട്ട് അടിച്ച് കയറി പോണ്ടേനു. അമൽ ബ്രോ എന്താ സ്ഥിതി? ആ പൊളിയിൽ എല്ലാം കാണാനുണ്ട്, പൊളിഞ്ഞെടുക്കാറുണ്ട്. ആരെ കളയുമ്പോൾ നമ്മളൊക്കെ അത് കയറി വരുന്നേ ഉള്ളൂ. എല്ലാവരും പായവും ഇതൊക്കെ ആയിട്ട്. എള്ളുണ്ട, ഇഞ്ചി മിഠായി, കടല മിഠായി. അങ്ങനെ നമ്മൾ കേരളം വിടുകയാണ്. ലിവിങ് കേരള സ്റ്റേറ്റ്. നന്ദി, വീണ്ടും വരിക. യു ആർ ലിവിങ് കേരള സ്റ്റേറ്റ്. ഇവിടെ നിൽക്കണോ? ഗായ്സ്, കേരളം വിടുന്നു ഗായ്സ്. കേരള ബോർഡർ കഴിഞ്ഞപ്പോഴേക്ക് ക്ലൈമറ്റ് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ പറ്റ മോശമായിട്ടുണ്ട്. ഫുള്ള് കുണ്ടും കുഴിയായിട്ട് പാച്ച് വർക്ക് റോഡാണ്. ഇതേട്ടാ, ആ കാണുന്നത് എന്താ ഇതേട്ടാ? ആ കാണുന്നതാണ് നമ്മുടെ ഭക്ഷണശാല. ഹോട്ടലെത്തി ഇതേട്ടാ, ഹോട്ടലെത്തി. അയ്യോ എവിടെ? ഹോട്ടലെത്തി മക്കളെ, ഹോട്ടലെത്തി. ഹോട്ടലിൽ കണ്ട പവറിലൊന്നും പോകുന്നു. അങ്ങനെ അവസാനം ഹോട്ടലെത്തി. ഇത് നാടുകാണി ജംഗ്ഷനിൽ തന്നെയുള്ളൊരു ഹോട്ടലാണ്. നമ്മൾ ഇതിൻ്റെ മുന്നേ വന്നേരം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിനെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ താഴെ ചവിട്ടി തുടങ്ങി. പഞ്ചർ നമ്പർ ചെസ് നമ്പർ 2 എത്തിയിട്ടുണ്ട്. പ്രാവശ്യം വീത്താണ്ട് വണ്ടിക്ക് കിട്ടി. നിധിയേട്ടനൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നിധിയേട്ടനതിൽ പ്രത്യേക കഴിവാണ് പഞ്ചർ ഒട്ടിക്കുന്നതിൽ. പുള്ളികളായിട്ട് നമുക്ക് ഒരു ആശ്രയം. നമ്മളെ ഫസ്റ്റിലത്തെ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തി, കൂടല്ലൂർ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് തിരിച്ച് കോഴിക്കോടേക്ക് പോവാം.
വയനാട് വഴി. നമ്മളിവിടുന്ന് റൈറ്റാണ് പോകുന്നത്. റൈറ്റ് പോയാൽ ഇവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്ററാണ് ഗൂഡല്ലൂർക്കുള്ളത്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ നമ്മളെ റൂമിലേക്കും. ടോട്ടൽ ഒരു 14 കിലോമീറ്റർ. അത് മൾട്ടി ടെറൈനാണ്. എല്ലാ ടെറൈനും വരുന്നുണ്ട്. ക്ലൈംബ് ഉണ്ട്, ഡൗൺ ഹില്ലുണ്ട്, എല്ലാം വരുന്നുണ്ട്. നമ്മൾ ചെറിയൊരു ഫോട്ടോ സെഷനൊക്കെ വേണ്ടി വണ്ടി നിർത്തിയാണ്. ഇത്രയും ബൈക്കുമായിട്ടാണ് നമ്മൾ വന്നത്. ഇത് മെറിഡൻ്റെ സ്കൾപ്ചർ ഓഫ് ഹോണ്ടഡ് എൻ്റെ ബൈക്കാണ്. ഇത് പോളിഗൻ്റെ സ്ട്രാറ്റോസ് S2. ഇത് ട്രക്കിൻ്റെ ഡൊമൈൻ AL5. ഇത് ട്രക്കിൻ്റെ എമോണ്ട ALR4. ഇത് ബൈക്കാർക്കിൻ്റെ യോളോ. ഇത് ട്രൈബൻ്റെ RC120. ഇത് പോളിഗൻ്റെ സ്ട്രാറ്റോസ് S3. സമയം ഏകദേശം 4:30. പക്ഷെ ഇവിടെ നല്ല മൂടിയ കാലാവസ്ഥ, തണുപ്പുണ്ട്, നല്ല കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ. ഉച്ചക്കാണ് പെട്ടുപോയത്. സൺ കിസ്ഡിന് വരെ സൺ റീപ്പിഡെന്ന് പറഞ്ഞോണം അതിൽ. കാരണം ആ ഒരു ക്ലൈംബിൽ ആ ഒരു ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല. അടിപൊളി ഒരു ഇറക്കം കിട്ടി, അടിച്ചു വിട്ടിറങ്ങിക്കൊണ്ടിരിക്കുക. കാലാവസ്ഥയാണ് അടിപൊളി കാലാവസ്ഥ, ഒന്നും നോക്കാനില്ല. ഇത്രയും നേരം ചവിട്ടി കയറിയതിൻ്റെ ക്ഷീണം തീർത്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ റൈഡ് നമുക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട്. ഏകദേശം സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല വരെ ചായയും കുടിച്ച് നല്ല റൈഡ് സ്റ്റാർട്ട്. ഓരോ ചായ കുടിച്ചാലോ?